ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് 4:7-8 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ. നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിനായിരിക്കണം കൊടുക്കാൻ. കർത്താവിന് 1-ാം സ്ഥാനം കഴിഞ്ഞ് മറ്റെന്തിനും ഞാൻ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ആ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കണ്ടേ? കർത്താവെ, നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കുവാൻ, കർത്താവിന്റെ ആലോചനയിൽ നടക്കുവാൻ, കർത്താവിന്റെ ആലോചനയിൽ ജീവിപ്പാൻ, പാപത്തെ വിട്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ ആ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കണം. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ അതനുസരിക്കുവാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. കീഴടങ്ങി എന്റെ കർത്താവ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുവാൻ, അത് പ്രവർത്തിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അടുത്തത് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കുകയും നമ്മൾ തിരിച്ചറിയണം. ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ദൈവത്തിന് ഹിതമില്ലാത്തത് എന്താണ്. അത് പിശാചിന്റേതാണ്. നമ്മുടെ ജീവിതത്തിൽ നിരാശ അല്ലെങ്കിൽ ഉത്സാഹമില്ലായ്മ, സമാധാനമില്ലായ്മ, ഇതൊക്കെയും പിശാചാ കൊണ്ടിടുന്നത്. തിരിച്ചറിയണം, അതിനോട് എതിർത്ത് നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ അവിടെയൊക്കെയും ജയമെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അവിടെ നമുക്ക് ജയമുണ്ട്. എനിക്ക് ഭാരമായി, എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞിരിക്കുവാനല്ല, എന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുവാനല്ല എന്നെ നിങ്ങളെ അവൻ തെരഞ്ഞെടുത്തത്. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവന്റെ ഹൃദയത്തിൽ ആദ്യം ചിന്തകളെ കൊണ്ടുവരുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കണം. നീ അവിടെ വചനമെടുത്ത് ഉപയോഗിക്കണം. ഇല്ല, യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതല. കർത്താവ് തന്നിരിക്കുന്ന സമാധാനത്തെ അത് ആർക്കും കെടുത്തു കളയാൻ കഴിയത്തില്ല. ആ സമാധാനത്തിൽ നിലനിൽക്കണം. നമ്മള് അവനോട് എതിർത്ത് നിൽക്കണം. പിശാചുമായിട്ട് ഒരു കോംപ്രമൈസിന് പോവരുത്. വ്യാകുലതകൾ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് ജയമെടുക്കണം. ദൈവവചനം നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തിന്റെ വചനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാരത്തിലും പ്രയാസത്തിലും നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വചനം ഒന്ന് എടുത്ത് വായിച്ചേ, സുവിശേഷങ്ങൾ വായിച്ചേ. യേശു ഈ ലോകത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കാണാം. ആ അത്ഭുതം ചെയ്ത കർത്താവിന് എന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കണം. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ ഭാരമാണെങ്കിലും അതിനെ മാറ്റുവാൻ മതിയായ ഒരു കർത്താവ്, ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ഞാൻ നിങ്ങൾ നിരാശയിൽ ഇരിക്കുവാനല്ല, പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കണം. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. അവനോട് എതിർത്താൽ മാത്രമേ അവൻ ഓടി മാറത്തുള്ളൂ. നമ്മൾ അതിനെ താലോലിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നത് വലിയ വലിയ വിഷയങ്ങളാക്കി മാറും, വലിയ വലിയ പ്രശ്നങ്ങളായി മാറും. എന്നാൽ ഹൃദയത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ കടന്നു വരുമ്പോൾ അന്നേരം തന്നെ യേശുവിന്റെ നാമം പറഞ്ഞ് അവിടുന്ന് വെളിയിൽ വരണം. പിശാചിനോട് മാറിപ്പോകാൻ കൽപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ അധികാരം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. കാരണം നിങ്ങളും പറഞ്ഞാൽ മതി, അത് അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ വിശ്വസിക്കണം. സകലത്തെയും ജയിച്ച കർത്താവ് ആ യേശുവാ പറഞ്ഞിരിക്കുന്നത്, അവനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിന്നിട്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നേ അവൻ നിങ്ങളോട് അടുത്ത് വരും. നമ്മൾ എത്ര കർത്താവിന്റെ സന്നിധിയിൽ എടുക്കുന്നോ അതിനേക്കാൾ എത്രമാത്രം കർത്താവ് നമ്മളിലേക്ക് അടുക്കുന്നെന്ന് അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും എപ്പോഴും നമുക്ക് ധൈര്യത്തോടെ ആ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്ര കിടന്ന് അധ്വാനിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുത്ത് കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് ജീവിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അതിനോട് എതിർത്ത് ഒരു ജയ ജീവിതം ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ നിമിഷത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. കർത്താവേ, ഈ തന്നിരിക്കുന്ന സമയം തക്കത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ അപ്പാ നിന്റെ കരങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്നു എന്ന പേരിൽ
ഭാരപ്പെടുന്ന ഒരു സഹോദരിയെ കർത്താവിന്റെ കരം ആ മകളെ തൊടുന്നു. നിന്റെ കർത്താവ് വിളിച്ച കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയം ആ കർത്താവ് കണ്ടിരിക്കുക, അതിന്റെ മേൽ അത്ഭുതം ചെയ്തിരിക്കുക കർത്താവ്. നിന്റെ മുഴുവൻ കുടുംബത്തെ വിടുവിക്കുവാൻ ഈ കർത്താവ് മതിയായവനാ. നീ കർത്താവിനെ നിമിത്തം നീ നിന്ന കേൾക്കുന്നു, അതിന് 100 മടങ്ങ് പ്രതിഫലം തരുവാൻ ഈ പിതാവ് മതിയായവനാ. എല്ലാ ഭാരങ്ങളും മാറട്ടെ. കൂടുതൽ കർത്താവിനോട് അടുത്ത് ചെന്ന് ജീവിപ്പാൻ തക്കണം. അപ്പാ നിന്റെ മകളെ നീ സഹായിക്കണം, ശക്തീകരിക്കണം. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഇവർ ഓരോരുത്തരും വളർന്നു വരട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.